ഹലോ നമസ്കാരം. ഞാൻ കവിത സുധാകരൻ. ഇന്ന് യോഗയിലെ ശമം എന്ന അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. എപ്പോഴാണോ ഒരാൾ സുഖാനുഭവത്തിനായി ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പറ്റിക്കൂടാതിരിക്കുന്നത്, കർമ്മങ്ങളിൽ ഫലചിന്തയോടെ സംഘബദ്ധനായി ഉഴലാതിരിക്കുന്നത്, അപ്പോൾ അയാൾ സർവസങ്കല്പങ്ങളെയും വെടിഞ്ഞവനായ യോഗാരൂഢൻ എന്നറിയപ്പെടുന്നു. ഒരാൾ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ആ കാര്യങ്ങളും യോഗാരൂഢത്വത്തിൻ്റെ ലക്ഷണമല്ല. സുഖത്തിനായി ഇന്ദ്രിയാർത്ഥങ്ങളുടെ പിന്നാലെ രാഗദ്വേഷമയനായി പറ്റിക്കൂടുന്നില്ലെന്നു വന്നാൽ അയാൾ യോഗാരൂഢൻ്റെ ലക്ഷണമുള്ളവനാണ്. വിഷയങ്ങളിൽ കൊതിയില്ലാതെ കർമ്മങ്ങളിൽ ഫലചിന്തയില്ലാതെയുമുള്ള അനുഭവമാണ് ബ്രഹ്മാനുഭവം. ഭേദചിന്തയാണ് സകല ഭൗതിക സങ്കല്പങ്ങളുടെയും ഉറവിടം. ബ്രഹ്മാനുഭവത്തോടു കൂടിയ സർവസങ്കല്പ സന്യാസം തന്നെയാണ് ശമം. അത് കിട്ടിയ ആൾ യോഗാരൂഢൻ. ഇപ്പം ശമം എന്താണെന്ന് മനസ്സിലായില്ലേ? താങ്ക് യു.